ആഗോള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വീകരിക്കുന്ന വിദേശ നയത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും പിന്തുണച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധത്തെയും ഇന്ത്യയുടെ പരമാധികാര തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും പുടിൻ പ്രകീർത്തിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സാമ്പത്തിക സഹകരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നവർക്കുള്ള കർശനമായ താക്കീതെന്നോണം ഇന്ത്യക്ക് മേൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അതിനെ ശക്തമായി തന്നെ നേരിടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിച്ച പുടിൻ സമ്മർദ്ദങ്ങൾക്കും ഉപരോധ ഭീഷണികൾക്കും മുൻപിൽ ഇന്ത്യ ഒരിക്കലും വഴിമാറി കൊടുക്കില്ല എന്ന ഉറച്ച പിന്തുണയാണ് ഈ പ്രസ്താവനയിലൂടെ നൽകുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ എന്നും സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ സ്വതന്ത്രവും പരമാധികാരവും നിറഞ്ഞ വിദേശ നയത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും തങ്ങളുടെ പ്രതിരോധ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലും ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നതിലും ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് S-500 എയർ ഡിഫൻസ് സിസ്റ്റം, Su-57 ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവയൊക്കെ ഇന്ത്യയുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. മറ്റുള്ള രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന രീതിയല്ല ഇന്ത്യയുടേതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ ഈ നിലപാട് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും രാഷ്ട്രീയ ഒത്തുചേരലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെ ഒരു ധ്രുവ നക്ഷത്രം പോലെ സ്ഥിരതയാർന്നതും വിശ്വസനീയവുമായ ഒന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പലതവണ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധത്തിന്റെ അടിത്തറ ഊർജം, പ്രതിരോധം, സാമ്പത്തിക സഹകരണം എന്നീ 3 പ്രധാന സ്തംഭനങ്ങളിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആഗോളതലത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥകൾ എന്തു തന്നെ ആയാലും ഈ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും ചരിത്രപരമായ സൗഹൃദത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിലൂടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാർത്ത അതീവ പ്രാധാന്യം അർഹിക്കുന്നു. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനും സുപ്രധാന ആയുധ ഇടപാടുകൾ നടത്തുന്നതിനും ഇന്ത്യക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് പുടിന്റെ ഈ പ്രസ്താവന പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ വ്യാപാര നിയന്ത്രണങ്ങളും താരിഫുകളും ഏർപ്പെടുത്തുമെന്ന ഭീഷണികൾ ഉയരുമ്പോഴും ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിന് റഷ്യ ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്ത്യ തങ്ങളുടെ സ്വതന്ത്രമായ വിദേശ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായി ഈ പ്രതിരോധ സഹകരണങ്ങളെയും ഉഭയകക്ഷി ബന്ധത്തെയും നമുക്ക് നോക്കിക്കാണാം. വിദേശനയ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പുടിന്റെ ഈ പരാമർശം ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. US-ഉം ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന വലിയൊരു രാഷ്ട്രീയ സമവാക്യത്തിൽ ആർക്കും അടിയറവ് പറയാത്ത തന്ത്രപരമായ സ്വയംഭരണം പുലർത്തുന്ന ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മാതൃകയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഒരു വശത്ത് അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം തുടരുമ്പോഴും റഷ്യയുമായുള്ള ചരിത്രപരമായ സൗഹൃദം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നത് മോദിയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോളതലത്തിൽ ധ്രുവീകരണം വർദ്ധിക്കുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ സ്വതന്ത്ര നിലപാട് വരും നാളുകളിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ കരുത്താകും. സഖ്യരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി മോദി നടപ്പിലാക്കുന്ന വിദേശ നയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അംഗീകാരമായി തന്നെ പുടിന്റെ വാക്കുകളെ കാണാം. ആഗോളതലത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ സ്വതന്ത്രവും സുചിന്തിതയുമായ വിദേശ നിലപാട് വരും നാളുകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു കരുത്തായി മാറുമെന്നതിൽ സംശയമില്ല. സഖ്യരാഷ്ട്രങ്ങളുടെയോ വൻ ശക്തികളുടെയോ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് ഒട്ടും വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും മാത്രം മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വിദേശ നയത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര അംഗീകാരമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ വാക്കുകളെ നമുക്ക് കാണാം. ഇത്തരമൊരു നിലപാട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുക മാത്രമല്ല സങ്കീർണമായ അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി അടയാളപ്പെടുത്താനും സഹായിക്കും.